2025 ഇത് ഞങ്ങളിവിടെ റൂമിൽ തന്നെ കൂടാന്ന് വെച്ചു. കാരണം ഇനി അടുത്ത ഇയർ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണില്ല. കാരണം സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ഓരോരാളും പല പല വഴിക്കായി പോകും. സോ ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യം ഇവിടെ തന്നെ കൂടാം. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഞങ്ങൾ നോമ്പെടുത്ത്, പിന്നെ പിറ്റേ ദിവസം പെരുന്നാളല്ലേ, അതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ചിക്കനും പരിപാടിയൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ മസാല പരക്കി വെച്ച് നാളത്തെ ബിരിയാണിക്കുള്ള സെറ്റപ്പൊക്കെ ആക്കി. മെഹന്തി ഇടാണ്ട് എന്തോന്ന് പെരുന്നാളല്ലേ, അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് കൈകൊണ്ട് പരീക്ഷണത്തിന് പോയത് വർഷ. പക്ഷേ അവൾ കൊടുത്ത ഡിസൈൻ പോലെ തന്നെ അവസാനം അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഫോൺ നോക്കാണ്ടിരിക്കുന്നൊക്കെ സമയം ഭയങ്കര റയറാണ്. ആക്ച്വലി ഈ ഒരു സമയം വരാറ് എക്സാമിൻ്റെ ടൈമിൽ. എക്സാമിന് ഗ്രൂപ്പ് സ്റ്റഡി എന്നും പറഞ്ഞിരിക്കും, പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കലാണ് പതിവ്. അങ്ങനെ ഞങ്ങളുടെ മെഹന്തി ഇടൽ പരിപാടീസൊക്കെ കഴിഞ്ഞു. അങ്ങനെ നാളെ പെരുന്നാളല്ലേ, ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫസ്റ്റ് ഈദ് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അതൊന്ന് സൈഡായപ്പോൾ തന്നെ പകുതിയിലധികം പണിയും കഴിയും. ആക്ച്വലി അത് ഉണ്ടാക്കിയത് ഐഷയും ചിമ്മിയാണ്, അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റ്സും അവർക്കാ പോവാം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ ഫോട്ടോ കിട്ടാണ്ടിരുന്ന ഭയങ്കര രക്ഷസ്ഥരയല്ലേ, അതുകൊണ്ട് എല്ലാവരും നല്ല കുളിച്ച് സെറ്റായി റെഡിയായി ഫോട്ടോസ് എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു നെക്സ്റ്റ്. അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു വിഷമം ഉണ്ടായി. കാരണം വീട്ടിലെല്ലാവരും ഉണ്ടായിട്ട് ഇവിടെ ഫ്രണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ, എന്തായാലും ഫാമിലി അല്ലേ. അപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ തോന്നി. പിന്നെ ഇത് ലാസ്റ്റ് ഒരു ഈദും എല്ലാ പരിപാടീസുമാണ്. കാരണം ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് സെറ്റായ പിന്നെ ഒരു ഈദും ഇല്ല, ഓണവും ഇല്ല, വിഷുവും ഇല്ല. ഓരോരാളും ഓരോരോ വൈക്ക് പോകും. സോ ഇത് നല്ല കിടലനാക്കി സെറ്റാക്കാന്ന് വെച്ചു. ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ ഒരു എന്ന് പറയുന്നത് ബിരിയാണി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. സോ എല്ലാ വിശപ്പടക്കി ഉച്ചയ്ക്ക് ഈ ബിരിയാണിയുടെ ദം പൊട്ടിക്കണവരെ കാത്തുന്നു. ബിക്കോസ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോവുക ഐഷക്കും ഷിംനക്കുമാണ്. കാരണം അവരാണ് ഇതൊറ്റയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. എന്തായാലും സോ താങ്ക്ഫുൾ ടു ഐഷ ആൻഡ് ഷിംന. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ ചത്ത പോലെ കിടക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ കുറച്ച് നേരം റീലൊക്കെ കണ്ടു കിടന്ന് വൈകുന്നേരമായി അവിടേക്കെങ്കിലും പുറത്ത് പോകേണ്ട ഒരു സുഖം കിട്ടില്ല, പ്രത്യേകിച്ച് ലീവൊക്കെ ഉള്ള ദിവസമല്ലേ. അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവർക്കും മടിയായി. സോ എല്ലാവരും വെച്ച് പോകാമെന്ന് വെച്ച് ഞാനും ഐഷയും മണിയും കൂടെ പോയി. ഞങ്ങൾ റൂമിൽ നിന്ന് രാത്രിക്ക് എവിടെയെങ്കിലൊക്കെ പുറത്തിറങ്ങിയാൽ നേരെ പോകുന്നത് ഫോറം മോളിലേക്കാണ്. അവിടെ പോയി ഒന്ന് കുറച്ച് നേരം കറങ്ങുമ്പോഴത്തേക്ക് തന്നെ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് മെയിൻ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വാഷ്റൂമിലുള്ള മിററിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഭാഗ്യവശാൽ ഒരു ഫോട്ടോ എങ്ങനെ നല്ലത് കിട്ടിയാൽ നമുക്ക് സ്റ്റോറി ഇടാമല്ലോ. അങ്ങനെ അത് വിചാരിച്ച് നിങ്ങളെല്ലാവരും പോയി. പിന്നെ വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായി, കാരണം ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിച്ചതായിരുന്നു. സോ ഒരു ഡോണറ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഡോണറ്റ് വാങ്ങിച്ച് കഴിച്ചു. സോ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഈദ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.